മക്കളെ, കേരള സ്റ്റോറി 2 ട്രെയിലർ റിലീസായിട്ടുണ്ട്. കാണേണ്ടവർ പോയി കണ്ടോളി. അതിലൊരു സീനുണ്ട്, എന്റെ പൊന്നു. അതിൽ നായികന നിർബന്ധിച്ച് ബീഫ് കുത്തിക്കയറ്റുന്നൊരു സീനുണ്ട്. അതിൽ നായിക പറയുന്നുണ്ട്, എന്നെ കൊന്നാലും ഞാൻ ബീഫ് കഴിക്കില്ല. അപ്പോൾ എന്താക്കും, നായികന ഹസ്ബൻഡ്, അതായത് നായകൻ പിടിച്ചിട്ട് എന്ത് ചെയ്യും, കുത്തിയിട്ട് വായിലേക്ക്, അതേപോലെ വീട്ടിലെല്ലാവരും കൂടി കൂടിയിട്ട് പിടിച്ചിട്ട് വായിൽ കുത്തി കയറ്റും. അപ്പോൾ അവള് പറയുന്നതാണ്, എന്നെ കൊന്നാലും ഞാൻ ബീഫ് കഴിക്കില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത് എവിടെ നടന്നത്? കേരളത്തിൽ ഇങ്ങനെ സംഭവം നടന്നിക്കാം? അങ്ങനെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കിയപ്പം സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു പോസ്റ്റ് ഇങ്ങനെ കാണും. ആ പോസ്റ്റിൽ സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു, ഇത് നടന്ന സംഭവമാണ്, ഇത് മധ്യപ്രദേശിൽ നടന്ന സംഭവമാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മധ്യപ്രദേശിൽ നടന്ന സംഭവമാണെങ്കിൽ മധ്യപ്രദേശ് സ്റ്റോറി എന്ന് പറഞ്ഞ് വെക്കണ്ടേ? കേരള സ്റ്റോറി ഇതുമായിട്ട് എന്ത് ബന്ധമുള്ളത്? പിന്നെ ഈ പൊറാട്ടന്റെ കൂടെയാണ് ബീഫ് കേരളത്തിലെ ആൾക്കാർ കൂടുതൽ കഴിക്കല്. കേരളത്തിൽ ഇപ്പോ ബീഫ് കഴിക്കാൻ വേണ്ടി ഒരാളോട്, എടാ നീ കഴിക്കുന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം കുടുംബസമേതം പോകുന്ന ഒരു നാടാണ് കേരളം. ഇനിയിപ്പം ബീഫ് കയറ്റി കഴിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് മാത്രം തികയില്ല ബീഫ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ കൂടെ തന്നേക്കെന്ന് പറയാൻ ആൾക്കാരുണ്ട്. അപ്പം കുത്തിക്കയറ്റേണ്ട ആവശ്യം കേരളത്തിലില്ല, ഏതായാലും ഇല്ല. പിന്നെ വെറുതെ ബീഫ് കൊടുത്ത് ആരും കഴിക്കുകയില്ല. കേരളത്തിൽ കഴിക്കണമെങ്കിൽ പൊറോട്ടയോ അല്ലെങ്കിൽ നൈസ് പത്തിരിയോ എന്തെങ്കിലും കൊടുക്കണം. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ചാൽ, ഒരു ഹാൽ എന്ന സിനിമ ഇപ്പൊ അടുത്തിറങ്ങിയ ഷൈനികത്തിന്റെ ഹാൽ എന്ന സിനിമയില് ബീഫ് വിളമ്പുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് 20 കട്ട് ചെയ്ത സെൻസർ ബോർഡ് ബീഫ് കുത്തിക്കയറ്റുന്ന ഈ ഒരു സീൻ എന്തുകൊണ്ട് കട്ട് ചെയ്തില്ല? അപ്പോൾ മറ്റേത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അതേപോലെ അമ്മായിയമ്മക്ക് അടുപ്പിലും തൂറാം, മരുമോൾ തൂറിയാൽ എന്താവും? പ്രശ്നമാവും. അപ്പൊ അതാണ് സുലാൻ.